ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണ് തയ്യാറാക്കിയെന്നൊന്നും നോക്കിയാലോ. നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വെട്ടിപ്പൊളിച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചുള ഇന്ന് എടുത്തിട്ടുള്ളൂ, ബാക്കി നാളത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് ചുള മതി. അതിലേക്ക് ഞാൻ കുറച്ച് ചക്കക്കുരുവൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചക്കയിലേക്ക് ചക്കക്കുരുവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളവും ഒഴിച്ച് വെച്ച് കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചക്കയൊക്കെ വെന്ത് കിട്ടും. ഒറ്റ വിസിൽ കേട്ടാൽ മാത്രം മതി ചക്ക വെന്ത് കിട്ടാൻ. ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് വേവിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കഴിക്കാൻ. അപ്പം എങ്ങനെയാണെന്ന് നോക്കിയാലോ, എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് നോക്കിയാലോ. നമുക്ക് ചക്കയ്ക്ക് സാധാരണ എല്ലാവർക്കും ചക്കയ്ക്കുള്ള അരപ്പിനൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയാം. പിന്നെ എന്നാലും ഒന്ന് കാണിക്കാം, പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാത്തവർക്കൊക്കെ ഒന്ന് കാണാമല്ലോ. തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഞാൻ ഒരു കതപ്പ് പച്ചക്കുരുമുളകൂടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ചക്ക നമ്മുടെ ഒരു വിസിൽ കേട്ടപ്പോൾ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക കുഴച്ചതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ. പിന്നെ തലയാണ് നമുക്ക് ഇന്നും കിട്ടിയിരിക്കുന്നത്. അപ്പം തലക്കറി വെക്കാമെന്ന് കരുതി മീനൊക്കെ കൊണ്ടുവന്ന് പാത്രത്തിലോട്ട് ഇനി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. വെട്ടിയാണ് നമുക്ക് തല കിട്ടുന്നത്. ഇനി നമുക്കതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി. അത് ഞാനെടുത്ത് റെഡിയാക്കി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പാത്രം അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കാം. ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലാണ് നമ്മൾ മീൻകറി വെക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. മീൻ ഇത്തിരി കൂടുതലുള്ള തന്നെ ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉലുവയിട്ട് പൊട്ടിക്കാം. ഉലുവ പൊട്ടിക്കാത്ത മീൻകറി ഇല്ലല്ലോ, അപ്പോൾ ഇത്തിരി ഉലുവയിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഉലുവയൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇന്ന് ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചതച്ചെടുത്തിട്ടില്ല, എല്ലാം അരിഞ്ഞാണ് എടുത്തത്. ഒരു സവാളയും ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, തക്കാളി എല്ലാം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് കിട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടി ഞാനെല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്തിരി ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉലുവാപ്പൊടിയേ ചേർത്തിട്ടുള്ളൂ. ഉലുവ പൊട്ടിച്ചത് കൊണ്ട് പിന്നീട് ഞാൻ ഒരുപാട് ഉലുവാപ്പൊടി ചേർത്തിട്ടില്ല. കുരുമുളക് പൊടിയൊക്കെ ഇത്തിരി കൂടുതൽ ചേർത്തിട്ടുണ്ട്. തല കൂടുതലുണ്ട്, അതുപോലെ തന്നെ ഗ്രേവിയും കൂടുതലുണ്ട്. പിന്നെ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് വടക്കംപുളിയും ചേർത്ത് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് കറി ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് തലക്കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. മുഴുവനോടുള്ള തലയല്ല, കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് തല. കറിയൊക്കെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓരോ കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കുകയാണ്. വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് ഓരോന്നിട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ചെറുതിയിലേക്ക് മാറ്റി വേവിച്ചെടുക്കാം. തലയൊക്കെ ആയതുകൊണ്ട് ഇത്തിരി വേവുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടച്ച് വെച്ച് നമ്മുടെ മീൻകറി വേവിച്ചെടുക്കാം. കറിയൊക്കെ വെട്ടി തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പോ പുളിയോ ഒക്കെ ഇല്ലെങ്കിൽ ഈ സമയം നോക്കാവുന്നതാണ്. എരിവ് ഇത്തിരി കൂടുതൽ വേണം, തലയൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ എരിവുള്ളതാണ് പച്ചമുളകിനും, അതുകൊണ്ട് 2-3 പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ ഉണ്ട് ആവശ്യത്തിന്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വയ്ക്കുന്നു. പിന്നെ നമ്മളൊരു 3-4 കഷ്ണം മീൻ അതിൽ നിന്ന് എടുത്തിട്ട് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കാണിച്ചില്ല, ഞാൻ എപ്പോഴും കാണിക്കുന്നതായതുകൊണ്ടാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇത്തിരി നാരങ്ങ നീരും ഒക്കെ ഒഴിച്ച് പുരട്ടി വെച്ചിട്ട് നമ്മൾ വറുത്തെടുത്തതാണ് മീൻ. പിന്നെ ഞാൻ ഇത്തിരി പരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പരിപ്പ്, ഉള്ളിയും പച്ചമുളകും കൂടെ കുക്കറിലടിച്ച് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ചെറുപയറാണ് നമ്മൾ ചൂടാക്കി പൊട്ടിച്ചെടുത്തതാണ്. മിക്സിയിലിട്ടൊന്ന് പൊട്ടിച്ചെടുത്ത് എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി കുക്കർ വേവിച്ചെടുത്ത് എന്നിട്ട് നമ്മളൊരു അരപ്പ് ചേർത്ത് തേങ്ങയും ജീരകവും ഒരല്ലി വെളുത്തുള്ളിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സിയിൽ നന്നായി അരച്ച് എടുത്ത് ആ വെന്ത പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒന്ന് ചൂടായപ്പോൾ ഇറക്കി വെച്ചിട്ട് നമ്മളിത്തിരി കടുകൂടെ വറുത്തൊഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പരിപ്പ് വെച്ചത്. പരിപ്പിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. ചീനി അല്ലല്ലോ, ചക്ക വേവിച്ചത്. പിന്നെ രാവിലെ നമ്മളിത്തിരി ക്യാബേജ് മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ചോറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാത്രം എടുത്ത്, അത് പറഞ്ഞില്ലല്ലോ, പാത്രം എടുത്ത് അതിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചക്ക വേവിച്ചത് വെച്ച് കൊടുത്ത്, പിന്നെ രാവിലെ വെച്ച ക്യാബേജ് തോരനാണ് വെച്ച് കൊടുത്തത്. പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ 2 കഷ്ണം ഫിഷ് ഫ്രൈ വെച്ച് കൊടുത്ത്. പിന്നെ നമ്മൾ രാവിലെ ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. നേരത്തെ ഒരിക്കൽ ഇഞ്ചിക്കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കാണിക്കാഞ്ഞത്. അപ്പം നമ്മുടെ വീഡിയോസ് പോയി നോക്കിയാൽ ഇഞ്ചിക്കറിയുടെ വീഡിയോസ് കിട്ടും. അപ്പം ഇഞ്ചിക്കറിയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വാദിഷ്ടമായ തലക്കറി, സൂപ്പർ ടേസ്റ്റായിരുന്നു നമ്മുടെ തലക്കറിക്ക്. കഴിച്ചതിന് ശേഷമാണ് വീഡിയോ എഡിറ്റ് ചെയ്തത്. നല്ല ടേസ്റ്റുള്ള തലയായിരുന്നു.
പിന്നെ നമ്മുടെ ചോറിലേക്ക് നമ്മൾ പരിപ്പൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ പരിപ്പും കൂട്ടിയ ഇലയിലൊക്കെ സദ്യ കഴിക്കുമ്പോൾ ചോറ് പരിപ്പ് ഒഴിക്കുമല്ലോ, അതുപോലെ തന്നെ ഞാൻ ചോറിലേക്ക് പരിപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാണ്ട് 2 പപ്പടം വറുത്തതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.